നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ മാത്രം. പ്രചാരണം ശക്തമാക്കുകയാണ് പ്രധാന മുന്നണികൾ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. ജൂൺ 19 ആണ് വോട്ടെടുപ്പ്. നാളെ പരസ്യപ്രചാരണം അവസാനിക്കും. വിവരങ്ങളുമായി ശിവദാസ് കൻമന ഒപ്പം ചേരുന്നു. ശിവദാസ്, അവസാന ലാപ്പിൽ അങ്കലാപ്പ് ആർക്ക്? കൃഷ്ണരാജ, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. നാളെയാണ് കൊട്ടിക്കലാശം. 19-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനവട്ട പ്രചാരണത്തിലാണ് എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളും സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാം തന്നെ. പ്രധാന മുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ തമ്പടിച്ചിട്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. റോഡ് ഷോ അടക്കമുള്ള വ്യത്യസ്ത പരിപാടികളുമായാണ് പ്രചാരണ രംഗത്ത് ഇത്തരം മുന്നണികളെല്ലാം തന്നെ സജീവമാകുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ പൊതുപരിപാടികൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട്. റോഡ് ഷോ അടക്കമുള്ള പരിപാടികളിൽ ഇത് വലിയൊരു തിരിച്ചടിയാകുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിരവധി വിഷയങ്ങളാണ് ഈ കാലത്തിനുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. കാരണം കഴിഞ്ഞ 25 ദിവസമായി, ഏകദേശം 25ഓളം ദിവസമായി ഇത്തരത്തിൽ പ്രചാരണവുമായി സജീവമായിരുന്നു പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം തന്നെ. പക്ഷേ കൃത്യമായി വ്യത്യസ്ത വിഷയങ്ങൾ, പ്രത്യേകിച്ച് വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതലായി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. UDF-ഉം അതോടൊപ്പം തന്നെ LDF-ഉം അത്തരം വിഷയങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത്. PDP-യുമായുള്ള LDF-ന്റെ കൂട്ടുകെട്ടും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF-ന്റെ കൂട്ടുകെട്ടും വലിയ ഒരു വിവാദമായി. അതേസമയം മലയോര മേഖലയിൽ പ്രചാരണവുമായി സജീവമായിരുന്ന NDA പ്രത്യേകിച്ച് മലയോര മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു NDAയുടെ ഇക്കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു പ്രചാരണം. കാരണം മലയോര മേഖലയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അത്തരം വിഷയങ്ങളാണ് പ്രധാനമായും NDA ഈ പ്രചാരണ രംഗത്ത് ഉന്നയിച്ചിരുന്നത്. വികസന കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം മറ്റു മുന്നണികൾ പ്രധാനമായും മതപരമായ വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി, PDP അടക്കമുള്ള മതമൗലികവാദ സംഘടനയുമായുള്ള കൂട്ടുകെട്ട്, അത്തരം വിഷയങ്ങളാണ് പ്രധാനമായും അവർ ചർച്ച ചെയ്തത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൽ PV അൻവറും പരമാവധി തരംഗം അല്ലെങ്കിൽ ഓളം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്നലെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താനെ അടക്കം രംഗത്തിറക്കിയായിരുന്നു PV അൻവറിൻ്റെ പ്രചാരണ പരിപാടികൾ. എന്തായാലും അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രചാരണം മുറുകുക തന്നെയാണ്. 2,31,000-ഓളം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരാണ് ഉള്ളത്. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെയും CPM PDP-യെയും ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. ഈ തീവ്ര സംഘടനകളുമായുള്ള കൂട്ടുകെട്ടാണോ BJP-യും NDA-യും പ്രധാന പ്രചാരണ വിഷയമാക്കുന്നത്? തീർച്ചയായും UDF-ൻ്റെയും അതോടൊപ്പം തന്നെ LDF-ൻ്റെയും മതമൗലികവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. കാരണം ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് ഈ രണ്ട് മുന്നണികളും കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് കൃത്യമായി തന്നെ NDA എടുത്തു കാണിച്ചിരുന്നു. NDA-യുടെ പ്രധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞിരുന്നു, ഇത് കേരളത്തിന് വലിയ അപകടം ചെയ്യും. താൽക്കാലികമായ ഒരു വോട്ട് ലക്ഷ്യം ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഒരു ദോഷം ചെയ്യും. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദവുമായി രംഗത്തിറങ്ങിയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അതോടൊപ്പം തന്നെ PDP-യും അത്തരത്തിലുള്ള തീവ്ര മതമൗലികവാദ സംഘടന കൂടിയാണ്. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ സ്ഫോടന കേസ് അടക്കമുള്ള തടിയൻ്റെ നസീറിൻ്റെ ഭീകരവാദ സംഘടനയിൽ ഉൾപ്പെട്ട ലഷ്കർ-ഇ തോയ്ബയുടെ കമാൻഡർ കൂടിയായിരുന്ന തടിയൻ്റെ നസീറിൻ്റെ മാതൃസംഘടനയാണ് PDP. ഇത്തരത്തിലുള്ള മതഭീകരവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ടാണ് UDF-ൻ്റെയും LDF-ൻ്റെയും ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിഞ്ഞത്. കൃത്യമായി തന്നെ NDA അടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വലിയ ഒരു അപകടം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇവർ ഇത്തരം കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിനടക്കം വലിയ രീതിയിലുള്ള ഒരു അപകടം ചെയ്യും. പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇവർ. അതുകൊണ്ട് തന്നെ
ഇത്തരം ജനാധിപത്യത്തിന് വലിയ ദോഷം ചെയ്യുന്ന ഒരു കൂട്ടുകെട്ട് കൂടിയാണ് ഇത് എന്ന് കൃത്യമായി തന്നെ NDA നേതാക്കൾ ഇക്കാര്യത്തിൽ വിലയിരുത്തിയിരുന്നു, കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോഴും ആ കൂട്ടുകെട്ട് തുടരുന്നുണ്ട്. അത് എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് അത് മുസ്ലിം സംഘടനകൾ തന്നെ എതിർത്തിരുന്നു. പ്രത്യേകിച്ച് സുന്നി സംഘടനകൾ അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് അത് എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 23-ാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ്. 3 നാൾ മാത്രം അകലെയാണ്. വലിയ ആവേശമാണ് പ്രചാരണ രംഗത്ത് മുന്നണികൾ പ്രകടിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മൽ.